അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 മക്കളെ തനിച്ചാക്കിക്കൊണ്ട് 26 വർഷം മാത്രം പ്രായമുള്ള താഹിറ മരണപ്പെട്ട വിവരം, ജീവനൊടുക്കിയെന്നുള്ള വിവരം കേട്ടപ്പോൾ വലിയ സങ്കടമായി. ഈ ഒരു തീരുമാനത്തിലേക്ക് താഹിറ എത്താനുള്ള അവസ്ഥ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്, പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരെ പോലെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനെടുക്കുക എന്നുള്ളതൊരിക്കലും പരിഹാരമല്ല. ജീവനാണ് ഏറ്റവും വലുത്. അതിൻ്റെ മുമ്പിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിൽ ചെറുതാണ്. ജീവനേക്കാൾ മുകളിലുള്ളൊരു പ്രശ്നമില്ല ലോകത്ത്. അള്ളാഹു ഒരാൾക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നൽകുകയാണെങ്കിൽ, പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നൽകുകയാണെങ്കിൽ അവൻ താങ്ങാൻ പറ്റുന്നതേ നൽകുന്നുള്ളൂ. അതിൽ ക്ഷമിക്കാനും അത് കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ പ്രത്യേക തൗഫീക്ക് വേണം. പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വാർത്തകൾ മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ജീവനൊടുക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീൻ വളരെ വിലക്കിയ ഒരു കാര്യമാണ്. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്താൻ ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടെങ്കിലും അവരും ഇതിൻ്റെ ഉത്തരവാദിയാണ്. ആരെങ്കിലും വെറുതെ പോയി ഒന്നും ജീവൻ ഒടുക്കൂല, അതിനൊക്കെ കാരണമുണ്ടാകും. പ്രിയപ്പെട്ട ഭർത്താവ് ലത്തീഫോ അല്ലേ, അതുപോലെ കുടുംബങ്ങളിൽ എന്തെങ്കിലും മാനസികമായ പ്രയാസങ്ങളുണ്ടെങ്കിലും ആരാണെങ്കിലും നോക്കൂ, ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ അവൾ ഏറ്റവും കൂടുതൽ അവളെ കേൾക്കുന്ന ഒരാളുണ്ടായിരിക്കണം. ഒരുപാട് സമ്പത്തുണ്ട്, പണമുണ്ട്, എല്ലാം നൽകും. പക്ഷേ അവളെ അംഗീകരിക്കാനോ അവളെ വാക്കുകൾ അവർ പരിഗണിക്കാനോ കേൾക്കാനോ ഒരാളില്ല എന്ന് പറയുമ്പോൾ അവളെ മനസ്സിനത് വലിയ സങ്കടമാകും. പുരുഷന്മാരെ പോലെയല്ല. ഒരു പെൺകുട്ടി ഒരു കല്യാണ വീട്ടിലേക്ക് പോയാൽ അവളോട് എങ്ങനെയാണ് കല്യാണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. ഒരു വീഡിയോയിൽ നാം കാണുന്നത് പോലെ വളരെ കൃത്യമായി അതുപോലെയാണ് പെണ്ണുങ്ങൾ. ഞാൻ ഒരു കല്യാണത്തിന് പോയില്ല, എവിടെ പോയി? പോയി ഭക്ഷണം കഴിച്ചു വന്നു. പിന്നെ വീണ്ടും ചോദ്യമുണ്ട്, ആരെ കണ്ടു, സംസാരിച്ചോ, അവരോട് സംസാരിച്ചോ, ഇവരോട് സംസാരിച്ചു, ഇങ്ങനെ പലതും ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കും. ചോദിക്കുന്ന സമയത്തൊക്കെ അവഗണിക്കാൻ പാടില്ല. അവർക്കതൊക്കെ കൃത്യമായി അറിയണം. അവർക്ക് പോയ കാര്യങ്ങളൊക്കെ കൃത്യമായി പറയണം. അപ്പോൾ അവരെ കേൾക്കാൻ ഒരാളില്ല എന്ന് പറയുമ്പോൾ, അവരെ പരിഗണിക്കാൻ ഒരാളില്ല എന്ന് പറയുമ്പോൾ നാം ഒരുപാട് പണവും സമ്പത്തും പലതും നൽകിയിട്ട് ഒരു കാര്യവുമില്ല. ഭർത്താക്കന്മാരായ ആളുകൾ, കുടുംബത്തിൽ സഹോദരിമാരുമായിട്ട് ബന്ധമുള്ള ആളുകൾ പ്രത്യേകിച്ച് അവരുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ഉമ്മാക്കാണെങ്കിലും വീട്ടിൽ ഒരുപാട് പണം കൊടുത്തേക്കും. പക്ഷേ ഉമ്മ പറയുന്നതൊന്ന് കേൾക്കാനോ വീട്ടിൽ പെങ്ങന്മാരെന്ന് പറയുന്നത് അംഗീകരിക്കാൻ നമുക്ക് സമയമില്ല. അതിന് കേൾക്കാനൊരു നേരവും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അവർ മാനസികമായി വലിയ തളരും. ചിലപ്പോൾ അവരുടെ മാനസികം എത്രത്തോളം സങ്കടത്തിലാവെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ തോന്നും, എന്നെ ആരും മണിക്കൂറിയുടെ പരിഗണനവും ഇല്ലല്ലോ, പിന്നെ ഞാനിവിടെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്. നോക്ക്, പിഞ്ചു മക്കളാണ് അനാഥയാകുന്നത്. പിഞ്ചു മക്കളാണ് തനിച്ച് ഉമ്മയില്ലാത്തൊരു ജീവിതം, മക്കളുടെ ജീവിതം ഓർത്ത് നോക്ക്. പിന്നെ ചിലയിടങ്ങളിലൊക്കെ മരണം എന്ന് പറയുമ്പോൾ നാം പെട്ടെന്ന് ജീവനൊടുക്കിയെന്ന് വിചാരിക്കും. ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ടോ രഹസ്യങ്ങൾ നമുക്കറിയില്ല. ആ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ പോകരുത്. മുൻഗാമികളുടെ ചരിത്രങ്ങളൊക്കെ നാം നോക്കണം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവർക്ക് വന്ന പരീക്ഷണങ്ങളൊക്കെ എന്തായിരുന്നു? അവരെ ഒറ്റപ്പെടുത്തിയത് ആരാണ്? എല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലേ? ഭർത്താവായ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നാട്ടുകാരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി, നിങ്ങളങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ഹബീബും ഒറ്റപ്പെടുത്തിയല്ലോ, ഹബീബും വിട്ടുന്ന അയച്ചല്ലോ. എന്നിട്ട് ഉമ്മയുടെയും ഉപ്പയുടെ അഴകിൽ പോയി പറഞ്ഞു, പാപ്പ, എൻ്റെ ഭർത്താവും പ്രിയപ്പെട്ട ഭർത്താവും എന്നെ ഒഴിവാക്കി, എന്നെ ബാപ്പ അങ്ങ് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ബാപ്പയും അങ്ങ് ഒഴിവാക്കി. കാരണം ഹബീബ് എന്ന് പറഞ്ഞാൽ ബാപ്പാക്ക് വലിയ ഇഷ്ടമാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്നെ വിശ്വസിക്കാൻ, ഞാൻ അത്ര കാര്യമല്ല, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മയും ബാപ്പയും അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിവാക്കിയ ആളെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആയിഷ ബീവി ഒറ്റയ്ക്ക് തനിച്ചാണ്. ആ സമയത്ത് ഏതൊരു മനുഷ്യനും ജീവനൊടുക്കി പോകും. കാരണം
ലോകമാകെ ഇടുങ്ങിയതുപോലെ ആവൂല. എല്ലാവരും എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന സ്നേഹിതന്മാർ എല്ലാവരും ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഒരിക്കലും അത് താങ്ങാനാവാത്തത്. ആ സമയത്തൊക്കെ ഹസ്ബി അല്ലാഹ് ഹസ്ബുൻ അല്ലാഹ്, ആരില്ലെങ്കിലും എനിക്കെൻ്റെ അള്ളാഹുണ്ട്, എൻ്റെ അള്ളാഹു എന്നെ കൃത്യമായി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായും ദിക്റും സ്വലാത്തുകളും ധാരാളമായി ചൊല്ലുമ്പോൾ അത് നമ്മുടെ ആ പ്രശ്നങ്ങൾക്കതെല്ലാം ഒരു പരിഹാരമായി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിനൊരു സമാധാനം നൽകും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാർക്ക് നാം ഒരു സമാധാനത്തിൻ്റെ ഒരു ജീവിതം നൽകുക. അവർക്ക് സമാധാനം കിട്ടിയാൽ ധാരാളം കിട്ടും. മറ്റെല്ലാം കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലുതാണ്. അവരെ കേൾക്കാനും അവരെ പരിഗണിക്കാനും അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളുണ്ട് എന്നവർക്ക് തോന്നിയാൽ പിന്നെ ഒരിക്കലും അവർ മാനസികമായി തളരൂല. ഏത് പ്രതിസന്ധിയും അവർ പിടിച്ചു നിൽക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന എന്താണ്, വലിയ ഒരു അവഗണനയാണ്. ഭാര്യക്ക് ചില ഭാര്യമാർ പറയാറുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മൊബൈലായിരുന്നെങ്കിലോ വാച്ചായിരുന്നുവെങ്കിലോ അതിന് നൽകുന്ന പരിഗണന പോലും വീട്ടിലുണ്ടാവില്ല. അതിനേക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണനയായിരിക്കും. ചില കാര്യങ്ങൾ അങ്ങനെ ഓർത്തു പോകും. ചിലപ്പോൾ കൂട്ടുകാരെ കൂടെ പലയിടത്തും കരങ്ങി വന്ന് അവസാനം വീട്ടിലെത്തിയപ്പോൾ ചിലപ്പോൾ ചില അക്രമ സ്വഭാവങ്ങൾ അവർ നമുക്കറിയാതെ കാട്ടിയിരിക്കും. നമുക്കതറിയില്ല. പിന്നെയാണ് നമുക്ക് ഒരാളെ മുമ്പിലെത്തുമ്പോഴാണ് ഞാൻ എന്തോ ഒരു അക്രമത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, തീർച്ചയായും നമ്മുടെ ഭാര്യയെ പരിഗണിക്കുന്നത് വലിയ പുണ്യമുള്ള കർമ്മമാണ്. അവളുടെ സംസാരം കേട്ടിരിക്കുന്നത്, അവളുടെ പ്രശ്നങ്ങൾ നാം ഇടപെടുന്നത്, അതിനൊക്കെയുള്ള സഹകരണം സഹായങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകുന്നൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ളതാണ്. അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത്, അവരെ കൂടെ സംസാരിക്കുന്നത് അല്ലേ, എത്രത്തോളം അവരെ വായിൽ ഒരു വെള്ളം ഒരു ഊറുള്ള ഭക്ഷണം കൊണ്ടുപോയി വെക്കുന്നത് പോലും പുണ്യമായ കർമ്മമാണെന്നും ശാരീരികമായി ഏർപ്പെടുന്നത് പോലും പുണ്യമായ കർമ്മമാണെന്നും ഒത്തായ ഹബീബ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഇതിലെന്ത് പുണ്യമാണ്? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ നാം അത് സമീപിക്കുന്നത്? എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹറാമിലൂടെ അത് ചെയ്യുമ്പോൾ അതിലേക്ക് ദോഷമില്ലേ, എന്നാൽ ഹലാലിലൂടെയാകുമ്പോൾ അതിന് പ്രതിഫലമുണ്ട് എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാരണം കൊണ്ട്, നമ്മുടെ അവഗണന കൊണ്ട്, നമ്മുടെ മാനസികമായൊരു പരിഗണനയില്ലാത്തത് കൊണ്ട് ഒരാളും, നമ്മുടെ ഭാര്യയാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കുടുംബക്കാർ ആരെങ്കിലും നോക്കി, അടുത്തൊരു പെൺകുട്ടി വലിയ സമ്പന്നയായിരുന്നല്ലോ. ആ പെൺകുട്ടി എല്ലാ വിധത്തിൽ കഴിവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. വീട്ടുകാരൊക്കെ നല്ല പരിഗണന നൽകിയിരുന്ന ഒരു പെൺകുട്ടിയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി മദ്രസയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഉസ്താദ് എന്തോ ഒരു ചെറിയ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ പോലും ആ ഉമ്മാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഉസ്താദിനെ പോലെ പള്ളിയിൽ നിന്ന് ആട്ടി ഓടിച്ചു. പല കാരണങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദായിരുന്നു. അവസാനം ഒരു ദിവസം കേൾക്കുന്നു ആ പെൺകുട്ടി അതായത് ജീവനൊടുക്കി എന്നുള്ളതാണ്. വളരെ അത്ഭുതമായി ആ കുടുംബം അവളെ വലിയ ഒരു പരിഗണന നൽകിയിട്ടാണ് ആ കുടുംബം വളർത്തിയത്. എന്നിട്ട് പോലും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വലിയ സങ്കടപ്പെട്ടു. കാരണം അറിഞ്ഞപ്പോഴാണ് വല്ലാത്ത സങ്കടമായത്. അവളുടെ കൂട്ടുകാരികൾ അവളെ അവഗണിച്ചു എന്ന ഒറ്റ കാരണമാണ്. കൂട്ടുകാരി അവഗണിച്ചു എന്ന ഒറ്റ കാരണം. അതേ സമയത്ത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ നമ്മുടെ കൂടെയുള്ള പരസ്പരം ചങ്ങായിമാർ, അവർക്കും നാം ഒരു പരിഗണന കൊടുക്കാതെ അവരുടെയും മാനസികമായ വിഷമം കൊണ്ട് എന്തെങ്കിലും അവർ ചെയ്തു പോയാലും അതിൻ്റെ ഉത്തരവാദികൾ നാം ആകും. ഒരാളും പരിഹസിക്കാനും ഒരിക്കലും നാം പോകരുത്. ചില പരിഹാസങ്ങളുണ്ടല്ലോ, മാനസികമായി വല്ലാത്തവർ തളർന്ന് അവസാനം അവർ എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും ആ ഒരു നിമിഷത്തിൽ അവരെടുക്കുന്ന തീർമാനങ്ങൾ വലിയ അബദ്ധത്തിലേക്ക് എത്തിയാൽ അത് നമ്മുടെ കാരണം കൊണ്ടാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം ഉത്തരവാദിയാകും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല താഹിറ എന്ന് പറയുന്ന ആ സഹോദരിക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. നിങ്ങൾ ചോദിക്കും, അവൾ അങ്ങനെയല്ലേ ചെയ്തത്, അതിന് സ്വർഗത്തിന് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മാനസിക അവസ്ഥ ആ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കുന്ന അറിയില്ല. ആ സമയത്ത് അള്ളാഹുവിൻ്റെ കാവലല്ലാതെ മറ്റൊരു രക്ഷയില്ല. ആ സമയത്ത് ദേഷ്യം വരുന്ന സമയത്ത് നാം എടുക്കുന്ന തീർമാനങ്ങളുണ്ടല്ലോ, അതൊക്കെ വലിയ അബദ്ധത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. കാരണം ദേഷ്യം വരുന്ന സമയത്ത് നാം മിണ്ടാതിരിക്കുക, അതേസമയം മാനസികമായ പ്രയാസം കൊള്ളുമ്പോൾ ദിക്റുകളും സ്വലാത്തുകളും ധാരാളം ചൊല്ലി നമ്മുടെ മനസ്സിനെ നാം നിയന്ത്രിക്കുക. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു തൗഫീഖുണ്ടല്ലോ, അത് ഏറ്റവും വലിയ ശക്തിയുള്ളതാണ്. അതാണ് വേണ്ടത്. അതാണ് നമ്മുടെ മക്കൾക്ക് നാം പരിശീലിപ്പിച്ചെടുക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങൾ നൽകി ചെറിയ സൗകര്യങ്ങൾ കുറവ് വന്നാൽ
പിന്നെ അവർക്ക് താങ്ങാനോ പിടിച്ചു നിൽക്കാനോ പറ്റുകയില്ല. ആ ഒരവസ്ഥയിലാകരുത് നമ്മുടെ മക്കളെ പോറ്റി വളർത്തേണ്ടത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പിഞ്ചു മക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നും എപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ടല്ലോ ശാശ്വതമായി പരാജയപ്പെടുകയാണ്. മരണത്തിൻ്റെ ശേഷം പരിശുദ്ധ ദീൻ പറയുന്നു, ഏത് രീതിയിലാണോ അവൾ മരണപ്പെട്ടത് അതേ രീതിയിലായിരിക്കും അവൾക്ക് ശിക്ഷ തുടരുക എന്നുള്ളത്. എന്നാലും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ അള്ളാഹു പൊരുത്തു നൽകും. അള്ളാഹു താഹിറ എന്ന് പറയുന്ന സഹോദരിക്ക് പൊരുത്തു കൊടുക്കട്ടെ. അതുപോലെ സഹോദരിയുടെ മക്കൾ, ആ മക്കൾക്ക് ഉമ്മ നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ സഹിക്കാൻ കഴിയില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പൊന്നു മക്കൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.